മലയാള സാഹിത്യ ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ഒരു മുഖം, സാഹിത്യവേദികളിലെ സുപരിചിത മുഖം. 101ാമത്തെ ബുക്ക് റിലീസ് ചെയ്യാനായി ദുബായിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കേരള സംസ്ഥാന അവാർഡുകൾ അനവധി രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി KP സുധീര ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മാം, സ്വാഗതം. നമസ്കാരം. ഇപ്പൊ ഷാർജ ബുക്ക് ഫെയറിലേക്ക് എത്തിയിരിക്കുകയാണ്. 101ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാണ്, ഒന്ന് വിശദീകരിക്കാമോ? അപ്പൊ എനിക്കിപ്പോ 95 ബുക്കാണുള്ളത്. 6 പുസ്തകങ്ങളായിട്ടാണ് ഞാനിപ്പോ ഷാർജ ബുക്ക് ഫെയറിൽ വന്നിട്ടുള്ളത്. 12ാമത്തെ പ്രാവശ്യമാണ്, 12ാമത്തെ വർഷമാണ് ഞാൻ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും ചിലപ്പോൾ 2 ബുക്ക് അല്ലെങ്കിൽ 3 ബുക്ക് 4 ബുക്കൊക്കെയാണ്. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയോ 6 പുസ്തകമായിപ്പോയി. കാരണം പല പബ്ലിഷേഴ്സ് ചോദിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ 2 കഥാസമാഹാരങ്ങൾ, 2 കവിതാ സമാഹാരങ്ങൾ, പിന്നെ ഒരു പുസ്തകം, പിന്നെ കബി കബി മേരെ ദിൽമേ എന്ന് പറഞ്ഞിട്ട് ഹിന്ദി ഉറുദു ഗസലുകളുടെ ട്രാൻസ്ലേഷനാണ്. അപ്പോൾ അങ്ങനെ 6 പുസ്തകങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഒന്ന് ബാലസാഹിത്യമാണ്. അങ്ങനെ 6 പുസ്തകങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത ഊർജ്ജമാണ്. നമ്മൾ ആ ഒരു തീർത്ഥാടനത്തിന് വരുന്ന പോലെയാണ്. പുസ്തകങ്ങൾക്കിടയിലൂടെ അതിൻ്റെ ഗന്ധം ശ്വസിച്ചുകൊണ്ട് നടക്കുക. പിന്നെ ഈ പുസ്തകങ്ങൾ കുറച്ച് പേരേ ഉള്ളെങ്കിൽ അവരുടെ മുൻപിൽ വെച്ചിട്ട് നമ്മളിന്ന് റിലീസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഓരോ എഴുത്തുകാരുടെയും സ്വപ്നം എല്ലാ വർഷവും. അപ്പം അതിനൊരു നല്ല ഗുണമുള്ളത്, നമ്മൾക്ക് ഈ ബുക്ക് ഷാർജയിൽ വെച്ച് റിലീസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഓർമ്മ കൊണ്ട് നമ്മൾ പെട്ടെന്ന് പുസ്തകം തീർക്കും. അതുകൊണ്ട് മിക്ക എഴുത്തുകാരും ഒരു വർഷത്തിൽ ഒരു പുസ്തകമെങ്കിലും എഴുതിയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണവശം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ 6 പുസ്തകങ്ങള് ഈ ഒരു വർഷം കൊണ്ട് എഴുതിയതാണോ? അതിന് വെച്ചാൽ ഒരു പുസ്തകം തന്നെ എഴുതാനായിട്ട് നമുക്ക് പലപ്പോഴും കഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ചേച്ചി ഈ 6 പുസ്തകം ഈ ഒരു വർഷം കൊണ്ട് 6 പുസ്തകം ഞാൻ എങ്ങനെയാ വെച്ചാൽ എൻ്റെ ഒരു വർക്ക് എത്ര വലിയ വർക്കാണെങ്കിൽ വലിയ പുസ്തകമാട്ടോ ഞാൻ ഇറക്കുക. പിന്നെ അപ്പൊ അങ്ങനെ ഈ ഒരു പുസ്തകത്തിന്റെ പണി കഴിഞ്ഞ പിറ്റേ ദിവസം ഞാൻ അടുത്ത പ്രൊജക്റ്റിന്റെ മനസ്സിലുള്ളത് ഞാൻ പ്രാവർത്തികമാക്കും. അപ്പൊ അങ്ങനെ രാവും പകലില്ലാണ്ട് എഴുതുന്നു. പിന്നെ ഞാൻ രാത്രി എഴുതുന്നു. പിന്നെ യാത്രയാണല്ലോ അധികം. പിന്നെ എഴുതാനുള്ള കയ്യൊഴിവ് കിട്ടൂല, കാരണം അത്രയും പ്രസംഗങ്ങളാണ് നാട്ടിൽ വന്നാലും. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോൾ വിമാനത്താവളത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തീവണ്ടി മുറിയിൽ എൻ്റെ റൂമിൽ ഒക്കെ വെച്ചിട്ട് ഞാൻ എഴുതും. അപ്പം പല നാടുകളിലും ഞാൻ പോയിട്ടുണ്ടെങ്കിലും റൂമിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാ സ്ഥലത്തും പോവുക. പ്രോഗ്രാമിന് ആരും ഒരാളെ കൂട്ടിയിട്ടൊന്നും പോകാറില്ല. അപ്പോൾ അവർ പറയും, മാഡം ഒരു ലേഡീനെ വേണമെങ്കിൽ തരാ പറയും ചിലർ. അപ്പം ഞാൻ പറയും, വേണ്ട, എനിക്ക് എഴുതാനുള്ളതാണ്. അങ്ങനെ ഞാൻ അവരെ പ്രോഗ്രാം എത്തുന്നവരെ ഞാൻ എഴുതിയിരിക്കും. അപ്പോൾ അവർ വൈകുന്നേരം വരുന്നെങ്കിൽ ഉച്ച വരെ ഞാൻ എഴുതും. അവർ വന്നാൽ ഡ്രസ്സ് ചെയ്ത് വരെ കൂടെ പോകും. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പ്രോഗ്രാമിന് പോകുമ്പോൾ ചെയ്യാറ്. അങ്ങനെയാണ് ഇത്രയും പുസ്തകം ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഇൻസ്പിറേഷനാണ്. എല്ലാവർക്കും ഒരു പിന്നെ എന്താ പറയാ, അവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ അനുഭവം പറയുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എഴുതാൻ സമയം തികയില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് ഞാൻ തീവണ്ടി മുറിയിലും എയർപോർട്ടിലും ഒക്കെ ഇരുന്ന് എഴുത്ത് തുടരുകയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സമയമില്ല എന്ന് പറയുന്നവർക്ക് അതൊരു തീർച്ചയായും ഒരു പ്രചോദനം തന്നെയാണ്. മാം, എന്നാണ് ഈ എഴുത്തിന്റെ ലോകത്തേക്ക് കടന്നു വന്നത്? എങ്ങനെയാണ് ആ സാഹചര്യം എന്തായിരുന്നു? അത് കുട്ടിക്കാലം മുതൽ. കാരണം എൻ്റെ അച്ഛനും എഴുതുമായിരുന്നു. ഞങ്ങളെ വീട്ടില് എല്ലാ എഴുത്തുകാരും വരും. കോഴിക്കോട്ട് വരുന്ന എഴുത്തുകാരൊക്കെ ഞങ്ങളെ വീട്ടിലും. അപ്പൊ അവിടുന്ന് പലരും ഭക്ഷണം കഴിക്കുക. SK പൊറ്റക്കാടിന്റെ അയൽവാസിയാണ് ഞങ്ങളാണ് ആദ്യം വന്നത്. അപ്പൊ അച്ഛന്റെ സുഹൃത്തായിരുന്നു SK. അപ്പൊ SKയും അതുപോലെ SK ഉറൂബ്, തിക്കോടിയൻ, കടവനാട് കുട്ടിക്കൃഷ്ണൻ, പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ, ഇങ്ങനെയുള്ള എഴുത്തുകാരൊക്കെ ഞങ്ങളെ വീട്ടിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഔട്ട് ഹൗസ് ഉണ്ട് വീട്ടിൽ. പണ്ടത്തെ കളപ്പുര എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്തിട്ട് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ വീട്. അവിടെ കുറേ ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് ഈ എഴുത്തുകാരൊക്കെ ചർച്ച ചെയ്യുക. നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കും. ടൗണിൻ്റെ ഹൃദയ ഭാഗത്താണ് ഞങ്ങളുടെ വീട്, തറവാട്. അപ്പം അങ്ങനെ എഴുത്തുകാരുമായിട്ടുള്ള സംസർഗമാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. പിന്നെ എല്ലാവരും എഴുത്തുകാരും ഒപ്പിട്ട പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞങ്ങൾ വളർന്നത്. അപ്പൊ അന്നൊക്കെ ഞങ്ങൾക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള വള്ളിക്കുടിലുകളായിരുന്നു സാഹിത്യം. അപ്പൊ ഈ സാഹിത്യത്തിൽ മുങ്ങിക്കുളിച്ച ആളാണ് ഞാൻ. കാരണം അത്രയും പുസ്തകം, അച്ഛന് ബുക്ക് സ്റ്റോൾ ആയിരുന്നു. പിന്നെ പുസ്തകങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ എല്ലാ വലിയ അളമാര നിറയെ പുസ്തകമായിരിക്കും. ഇതൊക്കെ വായിക്കാൻ, ഇന്ന ബുക്ക് വായിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല.
മാധവിക്കുട്ടീൻ്റെ എൻ്റെ കഥ വന്നപ്പോൾ മാത്രം എല്ലാ മാഗസിനും വരുത്തൂട്ടോ ഞങ്ങളുടെ വീട്ടിലും. അപ്പം അന്ന് മലയാള നാട്ടിൽ ഇത് വരുമ്പോൾ മാത്രം ഞാനാണ് ഏറ്റവും ആദ്യം വായിക്കുന്ന ആള് വീട്ടിലും. ഞങ്ങൾ ചാരുപടിയിൽ പത്രവും മാഗസിനും വന്ന് വീഴുമ്പോൾ അത് ആ ഒച്ച കേൾക്കാൻ വേണ്ടി കുട്ടിയായ ഞാൻ കാത്തിരിക്കും. പക്ഷെ അമ്മ അന്ന് ഈ മലയാള നാട് വരുന്ന സമയത്ത് ഇത് മാത്രം കാണൂല. കാരണം അതിൽ എൻ്റെ കഥ വന്നിരുന്നു. അത് കുട്ടികൾ വായിക്കണ്ടെന്ന് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ മാധവിക്കുട്ടി എന്ന് പറഞ്ഞൊരു പ്രതിഭാസത്തെ ഞാൻ എഴുതി തുടങ്ങിയപ്പം വളരെ അടുപ്പമായിരുന്നു. ഒരുപാട് സംസാരിക്കുമായിരുന്നു ഫോണിൽ. അങ്ങനെ എന്നെ ഒരുപാട് സ്നേഹിച്ചൊരു എഴുത്തുകാരിയാണ് അവര്. തീർച്ചയായും മാധവിക്കുട്ടിയെ പോലുള്ള വലിയ എഴുത്തുകാരിയുടെ അവരുടെ സ്നേഹമൊക്കെ അനുഭവിക്കാൻ പറ്റാന്ന് പറയാൻ തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അല്ലെ. അപ്പോൾ ഈ നമ്മുടെ എഴുത്തിനെ കുട്ടിക്കാലത്ത് തൊട്ട് തുടങ്ങിയ എഴുത്താണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ? അല്ല, അത് പറയാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് അത് ഞാനിപ്പോ കല്യാണത്തിന് മുൻപൊക്കെ എഴുതിയതൊന്നും ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അന്നൊക്കെ കാനന മധ്യത്തിലെ മുക്കുറ്റി പൂ പോലെ ഞാൻ എൻ്റെ എഴുത്തിന് ആരും വീട്ടുകാരൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഞാൻ ആരെയും കാണിക്കാറില്ല. പക്ഷെ കോളേജിൽ എത്തിയപ്പം മത്സരം ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ അഖിലേന്ത്യാ തലത്തിൽ എനിക്ക് അവാർഡ് കിട്ടി. അപ്പൊ അമ്മ വളരെ സാഹിത്യപ്രേമിയായിരുന്നു. അമ്മയും ചെറിയ നാടകമൊക്കെ എഴുതിയിരുന്നു കേട്ടോ. അപ്പൊ അമ്മയ്ക്കും എല്ലാവർക്കും സാഹിത്യത്തിന് കമ്പാണ്. അപ്പൊ അങ്ങനെ കുട്ടിക്കാലം, അന്ന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എഴുത്തുകാരി എന്നുള്ള നിലയിൽ അറിയപ്പെട്ടത്. അന്ന് അവാർഡ് കിട്ടിയപ്പം പിന്നെ ഓൾ കേരള ലിറ്റററി കോമ്പറ്റീഷൻ ആയിരുന്നു. പ്രൊവിഡൻസ് കോളേജിൽ നിന്നും എൻ്റെ കഥ പോയി. അങ്ങനെ സമ്മാനം കിട്ടിയപ്പോൾ ആ എഴുതുന്ന സുധീരയാണെന്നാണ് കുട്ടികൾ. ഞാനൊരു പാവാണ്, കോളേജിലൊക്കെ ആരോടും സംസാരിക്കേണ്ട ഒരു മൂലയിലുള്ള കുട്ടിയായിരുന്നു. അപ്പൊ അന്ന് എല്ലാവരും അറിഞ്ഞത് ആ എഴുതുന്ന സുധീര എന്നുള്ളൊരു പേര്. പിന്നെ കോളേജ് മാഗസിനിലൊക്കെ കഥ ചോദിക്കും, കൊടുക്കും. അപ്പൊ അങ്ങനെ ആ പ്രായത്തിൽ തന്നെ ഞാൻ എഴുത്തുകാരി എന്നുള്ള നിലയിൽ അറിഞ്ഞെങ്കിലും പിന്നെ എനിക്ക് കുട്ടികളായതിനു ശേഷമാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. എൻ്റെ അമ്മ പറയുന്നു, കുട്ടി നീ അയച്ചു കൊടുക്ക് കഥ മാതൃഭൂമിക്കൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കഥയൊന്നും അങ്ങനെയല്ല. അപ്പൊ ഞാൻ എം കൃഷ്ണൻ നായരെ കൃതികൾ എപ്പോഴും എം കൃഷ്ണൻ നായരെ നിരൂപണം വായിക്കുന്ന ആളായിരുന്നു. അപ്പൊ ഞാൻ പറയാം, അയ്യോ എൻ്റെ ആദ്യത എന്നെ വധിച്ചു കളയ അദ്ദേഹം, ഞാൻ എന്തെങ്കിലും എഴുതിയാൽ ഇതൊന്നും കഥയല്ല, നിങ്ങൾ പറയും പോലെ അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മാതൃഭൂമിയുടെ പുരസ്കാരം കിട്ടി. പിന്നെ ഗൃഹലക്ഷ്മി വേദി സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ മത്സരത്തില് 1600 കഥകളിൽ നിന്ന് എൻ്റെ കഥ തെരഞ്ഞെടുത്തു. 2 പ്രാവശ്യം കിട്ടിയത്. ഒരു പ്രാവശ്യം സെക്കൻഡ് ആയിരുന്നു. പിന്നെ ഞാൻ അമ്മ പറഞ്ഞു, എഴുതൂ കുട്ടി, കൊടുക്ക് വന്നിട്ടുണ്ട് പത്രത്തിൽ. ഞാൻ പറഞ്ഞു, എന്തിനാ അയക്കുന്നത്? അങ്ങനെ ഞാനൊരു പ്ലേഗ് കഥ എഴുതി. അന്ന് ഗുജറാത്തിൽ പ്ലേഗ് ഉണ്ടായി. അതിന് എനിക്ക് ഫസ്റ്റ് കിട്ടിയ 1600 കഥകൾ തെരഞ്ഞെടുത്ത. അപ്പൊ MTന്റെ ഇത് വന്ന് എനിക്ക് MTന്റെ ടെലഗ്രാം, അന്നൊക്കെ ടെലഗ്രാമാ വരിക. MTന്റെ ടെലഗ്രാം, നിങ്ങളുടെ കഥയാണ് ആദ്യത്തെ 1600 കഥകളിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഇന്ന ദിവസം സമ്മാനം വാങ്ങാൻ വരണം. അപ്പം അതാണ് എനിക്ക് കിട്ടിയ പുരസ്കാരത്തെക്കാൾ വലിയ പുരസ്കാരം. MTയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ടെലഗ്രാം. മാം, എന്താണ് ഈ കഥകളില് ഉള്ളടക്കമായിട്ട്? ഇപ്പൊ നമുക്കറിയാം മാധവിക്കുട്ടി എന്ന് പറഞ്ഞ പ്രണയത്തിന്റെ രാജകുമാരി എന്നാണ് പറയുന്നത് അല്ലെ. മാധവിക്കുട്ടിയുടെ എഴുത്തുകളിലെല്ലാം പ്രണയമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക കണ്ടന്റ് ഉണ്ടോ, അതോ എന്താണ് കൂടുതൽ? അതേപോലെ എന്റെ കഥകളെല്ലാം തന്നെ, എന്റെ കഥകളുടെ പേര് തന്നെ അങ്ങനെയാണ്. പ്രണയ നഗരം, പ്രണയം മധുരം, പിന്നെ പ്രണയ മർമ്മരങ്ങൾ, പ്രണയ ദൂത്. എന്റെ കഥകളിലൊക്കെ അതിന്റെ എന്താ പറയാ അന്തർധാരിയായിട്ട് പ്രണയമാണ്. അപ്പൊ അതിൽ എല്ലാ വിഷയവും ഉണ്ടെങ്കിലും കൂടി പ്രണയത്തിനെയാണ് ഞാൻ കൂടുതൽ ആവിഷ്കരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ MT എന്നോട് പറയുന്നു എപ്പോഴും, പിന്നെ ഇത്രയധികം പിന്നെ വിഷയങ്ങൾ ഇത്രയധികം ബ്രാഞ്ചിൽ എഴുതിയ ആൾക്കാർ വരില്ല, അത്രയും കുട്ടി ഇത്രയും ബ്രാഞ്ചിൽ എഴുതിയില്ലേ. അപ്പൊ ഞാൻ എല്ലാ ബുക്കും, ഞാനും അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ് ഞാൻ വീടെടുത്തത്. അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ ആ വീടെടുത്തത്. അങ്ങനെ പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഞാനൊരു ബുക്ക് എഴുതിയിരുന്നു, പിന്നെ MT പിന്നെ ഏകാഗിതയുടെ വിസ്മയം എന്നിട്ട്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിലും ഞാൻ എഴുതിയ ആദ്യ ബുക്ക് MTക്കാ കൊടുക്കുക. പലരും അങ്ങനെ കൊടുക്കൂട്ടോ, ഞാൻ മാത്രമല്ല. അപ്പൊ അദ്ദേഹം പിന്നെ ഓരോ ബുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയാക്കാം, അയ്യോ എപ്പോഴാ കുട്ടി ഇതൊക്കെ എഴുതുന്നത്, ഇത്രയധികം പുസ്തകം, ഇത്രയധികം സാഹിത്യത്തിനോട് ഇങ്ങനെ ജോലി ചെയ്ത് ബാങ്കിൽ മാനേജറായിരുന്നു. ബാങ്കിൽ മാനേജറായി പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും. എന്നിട്ട് ഞാൻ വന്നിട്ട് എഴുതും. അപ്പൊ MT പറയും, ഇത്രയും ജോലി ചെയ്തിട്ട് എങ്ങനെ കുട്ടി ഇത്ര എഴുതുന്നു? അതിന് അദ്ദേഹത്തിന് എന്നാ വലിയ മതിപ്പുണ്ടായിരുന്നു ഞാൻ എഴുതുന്നത്. എഴുത്ത് മാത്രമല്ല, മമ്മിനെ സംബന്ധിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്രയെ ഇഷ്ടപ്പെടുന്ന അല്ലെ, ആ യാത്ര അനുഭവങ്ങളോട് തങ്ങളുടെ കഥകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ്. എന്ന് തൊട്ടാണ് യാത്രയെ സ്നേഹിച്ചു തുടങ്ങിയത്? യാത്ര ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഇന്ത്യന്ന്
നമ്മളെ ക്ഷണിക്കുകയാണല്ലോ ആൾക്കാർ. ഇപ്പൊ ബോംബെയിലുള്ള ഏതെങ്കിലും ഓർഗനൈസേഷൻ നമ്മളെ ക്ഷണിക്കുമ്പോൾ നമ്മൾ പോകുന്നു. അതേപോലെ ഇപ്പൊ തിരുവനന്തപുരം ആയാലും പല പല സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഇന്ത്യ മുഴുവൻ ഏകദേശം എല്ലാ സ്റ്റേറ്റും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എന്നെ ഓൾ ഇന്ത്യ പോയറ്റസ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഒരു സംഘടന ഉണ്ട് എഴുത്തുകാരികള്. അപ്പൊ അവര് എല്ലാ പരിപാടിയിലും എന്നെ ക്ഷണിക്കും. അങ്ങനെ ഞാൻ അമേരിക്ക, ആഫ്രിക്ക, UK, അങ്ങനെയല്ല, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ 46 രാജ്യത്ത് എഴുത്തിന്റെ പേരിൽ മാത്രമാണ് ഞാൻ പോയത്. അതിലൊന്ന് അസർബൈജാനില് എന്റെ മകൻ താമസിക്കുന്നോണ്ടും പിക്ക എന്നാണ് ഭാര്യന്റെ പേര്. അപ്പൊ അവള് അവിടുത്തെ കാര്യമാണ്. അതുകൊണ്ട് അവരവിടെ സെറ്റിൽ ചെയ്ത്, അതുകൊണ്ട് അവിടെ പോയിട്ട് 2 മാസമൊക്കെ ഞാൻ താമസിക്കും. അസർബൈജാൻ എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ് വീഴുന്ന മാസങ്ങളിലൊക്കെ ഭയങ്കര അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥകൾ എന്തെങ്കിലും ഉണ്ട്? കഥയല്ല, ഒരു അസർബൈജാനിലെ അരുണോദയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. അസർബൈജാനിലുള്ള ആൾക്കാരൊക്കെ അറിയുന്നതിനേക്കാളും വിവരം അതിലുണ്ട്. ആ നാടിനെ പറ്റി അവർക്ക് അറിയുന്നതിനും കൂടുതൽ അറിവുകൾ ഞാൻ സംഭരിച്ചിട്ട് പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഷാർജയിൽ നിന്നാണ് റിലീസ് ചെയ്തത്. പിന്നെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ അവിടെ ക്ഷണം ഉണ്ടായിട്ട് ഞാൻ പോയിരുന്നു. അവിടുന്നാണ് ഈ ബുക്ക് ആദ്യം റിലീസ് ചെയ്തത്, ഫ്രാങ്ക്ഫർട്ട് ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയർ. അപ്പൊ ഈ യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? പക്ഷെ ഈ യാത്രകൾ ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ ഇരുന്നാണെങ്കിലും എയർപോർട്ടിൽ ഇരുന്നാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അതാ. അപ്പൊ യാത്രയിലാണ് ഞാൻ ഏറ്റവും അധികം എഴുതുന്നത്. കാരണം എന്റെ തീമുണ്ട്. അപ്പൊ എന്നോട് എയർപോർട്ടിലുള്ള ഒരാൾ, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഖത്തർ വഴിയാ പോയത്, 5 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ 5 മണിക്കൂറിനെ കൊണ്ട് എനിക്ക് കബി കബി മേരെ ദിൽ മേ തീർക്കണം. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വർക്ക് ചെയ്യാണ്, വെയിറ്റ് ചെയ്യുമ്പോ. അപ്പൊ ഒരാൾ എന്നോട് ആയോ ടീച്ചർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അല്ല, ടീച്ചറല്ല, ഐ മീൻ ഓത്തർ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളെ വിൽ പവർ ഞങ്ങള് സമ്മതിച്ചു. അങ്ങനെ ഗേറ്റിലുള്ളവരോടൊക്കെ ഈ മനുഷ്യൻ പോയി പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഓഫീസറാണ്, ഭയങ്കര സന്തോഷം ഓത്തറാണെന്ന് പറഞ്ഞപ്പോ. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും എഴുത്തുകാർക്ക് കിട്ടുന്ന ബഹുമതി, സ്നേഹം, ആദരവ്, അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഒരുപാട് അവാർഡുകൾ അല്ലെ, കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും മഹത്തമേറിയ ഒരു അവാർഡ് ഉൾപ്പെടെ ഏകദേശം 56-ലധികം അവാർഡുകൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കാമോ? അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്നിന്റെ അവസാനമല്ല, അല്ലെങ്കിലും ഒന്നിന്റെ ആദ്യം, അല്ലെങ്കിൽ അവാർഡ് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ മഹാനാവുന്നില്ല. പക്ഷെ അവാർഡുകൾ എന്ന് പറഞ്ഞാൽ 1000 കയ്പുകൾക്കിടയിൽ ലഭിക്കുന്ന മധുരമാണ്. കാരണം നമ്മൾ എഴുതുക, ഒരു എഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പേജ് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ സന്ധ്യക്ക് അറിയാലോ, എഴുത്തുകാരിയല്ല. അപ്പോൾ എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സഹനവും സമരവുമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ സത്യത്തിന്റെ തെളിനീര് കാണിച്ചു കൊടുക്കണം. അത് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ശരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ജീവിതം അർത്ഥശൂന്യമാണെന്ന് തോന്നും, അല്ലെ? എന്തൊരു അർത്ഥശൂന്യമാണ് ഈ ജീവിതം തോന്നുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യാശയിലേക്കുള്ള ഒരു പാലമാണ് പണിയുന്നത്. അതാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ 1000 കയ്പുകൾക്കിടയിൽ കിട്ടുന്ന ഇത്തിരി മധുരമായിട്ടാണ് ഞാൻ അവാർഡിനെ കാണുന്നത്. അല്ലാതെ അവാർഡിലൊന്നും അഭിരമിക്കുന്ന ആളല്ല ഞാൻ. അത് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് കിട്ടുമ്പോൾ സന്തോഷമാണ്. കാരണം നമ്മൾ ഏതോ മൂലയിൽ ഇരുന്ന് എഴുതുന്ന നമ്മുടെ കുറച്ച് വരികളെ ഏതോ ഹൃദയങ്ങൾ സ്വീകരിക്കുന്നു, അതിന് പാരിതോഷികമായിട്ട് അവാർഡ് തരുന്നു, ഒക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മളൊന്നും ആരും ആണെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. ഇപ്പൊ മൊത്തം എത്ര വർഷമായി മാം എഴുത്ത് തുടങ്ങിയിട്ട്, ഈ എഴുത്തിന്റെ ഒരു ലോകത്തിലായിട്ട്? 30ന്റെ അടുത്തായിട്ടുണ്ടല്ലേ? 30 കഴിഞ്ഞു. 92-ലാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പോ 92-ലാണ് ഞാൻ അറിയപ്പെട്ടത് എഴുത്തുകാരിയായിട്ട്. അപ്പൊ ആദ്യം അവാർഡ് കിട്ടി വന്നതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. കാരണം എഴുത്തുകാരി എന്നുള്ള അറിയപ്പെടാൻ തുടങ്ങിയ ആളുകൾ വീക്ക്ലീസൊക്കെ എന്നോട് ഇങ്ങോട്ട് കഥ ചോദിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരു എഴുത്തുകാരി ഇവിടെ ഉണ്ട്, പിന്നെ എല്ലാ സ്റ്റേജിലും ഉണ്ടാവും. അപ്പൊ MT എപ്പോഴും എന്നോട് പറയും, മാതൃഭൂമിയിലൊക്കെ ഒരുപാട് കഥ വന്നിട്ടുണ്ട്, MT പത്രാധിപരായിരിക്കുമ്പോ MT ഒന്നും കോംപ്രമൈസ് ചെയ്യില്ല കേട്ടോ, നന്നെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോ MT എനിക്ക് ഒരിക്കൽ കത്ത് എഴുതിയിരുന്നു, ഉള്ളിലെ കണ്ണിൽ കെടാതെ സൂക്ഷിക്കുക, ഇത് പോരാ, ഇനി എഴുത്തുകാരുടെ മുൻനിരയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ 1 കൊല്ലം കൊണ്ട് തന്നെ ഞാൻ എഴുത്തുകാരുടെ കൂടെ മുൻനിരയിൽ ഇരിക്കാൻ തുടങ്ങി. ONV കുറുപ്പിന്റെ, അഴീക്കോട് മാഷിന്റെ ഒക്കെ. അപ്പൊ 2 റോ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ ഞാൻ വേഗം പിന്നോട്ട് പോകും. ഞാൻ ജൂനിയർ അല്ലേ വെച്ചിട്ട് പോകുമ്പോ അവിടെ ഇരിക്കുന്ന പറയും. അങ്ങനെ അഴീക്കോട് മാഷിന്റെയും ONV സാറിന്റെയും N മോഹനൻ സാറിന്റെയും ഒക്കെ സ്നേഹവും കരുതലും ഒക്കെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. നിത്യചൈതന്യ യതി അവരൊക്കെ
ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളൊക്കെ അന്നൊക്കെ ഞാൻ എഴുതുമ്പോൾ സീനിയേഴ്സിന്റെ അനുഗ്രഹം കിട്ടിയിട്ടാണ് വന്നത്. അവര് പറയും ഇനി എഴുതണം. ഇപ്പൊ ഒരു കവിത ഞാൻ എഴുതിയാൽ ONV കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, സുധീര ഇനിയും കവിത എഴുതണം കേട്ടോ, നല്ല രസമുണ്ട് വായിക്കാൻ. അപ്പൊ അങ്ങനെ അതേപോലെ പിന്നെ എന്താണ് ഗിരീഷ് പുത്തഞ്ചേരിന്റെ വലിയ സുഹൃത്തായിരുന്നു. അപ്പൊ ഗിരീഷ് എന്നോട് പറയും, നീ കൂടുതൽ എഴുതണം, നീ പിശുക്കി പശുവാണ് എന്നോട് പറയാം, നീ അല്ല കൂടുതൽ എഴുത് സുധീര, നീ കവിത എഴുത്. പിന്നെ എനിക്ക് ഉറുദു അറിയുന്നത്, ഉറുദു ഹിന്ദി ഒക്കെ എനിക്ക് അറിയുന്നത് അദ്ദേഹത്തിന് MTക്കൊക്കെ വലിയ കാര്യമായിരുന്നു. അത് വീരേന്ദ്രകുമാർ സാറ് ഒക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ആളാണ്. അദ്ദേഹം ഒന്നില്ല, പക്ഷെ അദ്ദേഹം എഴുത്തിന് ഇത്രയധികം പുസ്തകം എഴുതുന്നതിന് വളരെയധികം അത്ഭുതത്തോടു കൂടി കണ്ട ആളാണ്. എപ്പോഴാ കുട്ടി ഇതൊക്കെ എഴുതുന്നത്, എപ്പോഴാ നീ ഇത് എഴുതുന്നത് ചോദിക്കും. അങ്ങനെ MTയുടെ ഒക്കെ അനുഗ്രഹം MT കടന്നു പോകുന്നവരെ MTന്റെ സ്നേഹവും വാത്സല്യവും അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത്ര വയസ്സായിട്ടാണ് പോയതെങ്കിലും ആ ഒരു ശൂന്യത ഇപ്പോഴും മറക്കാനാവുന്നില്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു ഗുരുത്വം തന്നെയാണ് ഇത്രയധികം പ്രഗത്ഭരായ എഴുത്തുകാരുടെ സാഹിത്യകാരുടെ കൂടെ ഇരിക്കാനും നടക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും ഒക്കെ ഒരു ഭാഗ്യം ലഭിച്ച വ്യക്തി തന്നെയാണ് മാം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യാത്രകളൊക്കെ ചെയ്യുമ്പം നമ്മൾക്ക് മറ്റു രാജ്യങ്ങൾ എവിടെയെങ്കിലും ഇത്രയും യാത്രകൾ ചെയ്ത അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ഒരു ഓഥർ എന്ന നിലയ്ക്ക്? അവിടുന്നാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ എനിക്ക് കിട്ടിയത്. അവിടുന്ന് കിരീടം സാഷ് അണിയിച്ചിട്ട് മിസ് റോം പിന്നെ അങ്ങനെ പല പല വേദികളിലും ഞാൻ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയധികം രാജ്യങ്ങളില്. കേരളത്തിൽ നിന്ന് കിട്ടിയതിന്റെ ഇരട്ടി സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത് വിദേശത്ത് നിന്നാണ്. അമേരിക്ക, സിംഗപ്പൂര്, പിന്നെ റഷ്യ, അങ്ങനെ കുറെ മിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ സാഹിത്യത്തില് ശരിക്കും ഒരു മലയാളി എന്ന നിലയിൽ അല്പമെങ്കിലും എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നിയൊരു നിമിഷം തന്നെയാണ് മാം ഇപ്പൊ പറഞ്ഞത്. എനിക്കിപ്പോ കുട്ടികൾ എന്താ വെച്ചാൽ പുതിയ എഴുതുന്ന ആളുകളോട് ഞാൻ എപ്പോഴും അവരൊരു സർഗാത്മകതയുടെ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അവരെ ഞാൻ പ്രോത്സാഹിപ്പിക്കും, എഴുതണം. അങ്ങനെ എത്രയോ പേര് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അവതാരിക എഴുതി കൊടുക്കും, പുസ്തകം എഴുതാനുള്ള പബ്ലിഷറെ കൊടുക്കും. അങ്ങനെ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ കൊണ്ടുവന്ന് റിലീസ് ചെയ്യണമെന്ന് പറയും, കുറച്ച് സാമ്പത്തികമായ കഴിവുണ്ടെങ്കിലും. അങ്ങനെ ആണും പെണ്ണുമായിട്ട് ഒരുപാട് എഴുത്തുകാരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സർഗാത്മകത ഇല്ലാന്ന് തോന്നിയാൽ ഞാൻ അവരെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കൂല. കാരണം നമ്മൾ എഴുതണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവര് എന്തിനാ എഴുതുന്നത്, അവര് പിന്നെ സെലിബ്രിറ്റി ആവാൻ വേണ്ടി എഴുതുന്നവരുണ്ട്. അതെനിക്ക് ഞാൻ അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന ആളല്ല. പിന്നെ വൃദ്ധാസ്തുതി നടത്തൂല. അങ്ങനെ വൃദ്ധാസ്തുതി നടത്താത്തത് കൊണ്ട് എന്നോട് ശത്രുവായ ആൾക്കാരുണ്ട്. കാരണം അവരൊരു ഇത് എഴുതി, ഞാനൊന്നും അവരെ പറ്റി എഴുതിയില്ല. അവരെ ഞാൻ വലിയ കേമമാണ്, അല്ലെങ്കിൽ ഒരു ആദ്യത്തെ കഥയൊക്കെ എഴുതിയ നമ്മളൊന്നും പുകഴ്ത്താൻ പാടില്ല. കാരണം പിന്നെ വളരാൻ പറ്റില്ല. നമ്മളെപ്പോഴും വിമർശിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മള് പിന്നെ നന്നായിട്ടുണ്ട് എന്ന് പറയാന്നല്ലാണ്ട് അതിനെപ്പറ്റി അധികം പുകഴ്ത്തി കഴിഞ്ഞാൽ അവർക്ക് വളരാൻ പറ്റില്ല. അപ്പൊ നമ്മളെപ്പോഴും, ഞാനും ഇപ്പൊ ഒരു നല്ല കഥ ഇതുവരെ എഴുതി, നല്ലൊരു കവിത എഴുതി ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വിചാരിക്കുന്നത് പിന്നെ ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ സ്റ്റിൽ എന്ന് പറഞ്ഞ പോലെ ഇനി ഞാൻ എഴുതാനിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ആരുമല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം ഏതോ തലവിന്യാസത്തിലേക്ക് സ്ഫോടനം ചെയ്യുന്നത്. ഞാൻ എല്ലാമാണ്, ഞാൻ വലിയ എഴുത്തുകാരിയാണ്, ഞാൻ വലിയ എഴുത്തുകാരനാണ് എന്നുള്ള ധാരണ ഉണ്ടായി അവിടെ നമ്മുടെ വളർച്ച നിൽക്കുകയാണ്. അതേപോലെ എഴുത്തുകാരികളാവുമ്പോൾ നമ്മൾ വിനയവും സ്നേഹവുമാണ് വേണ്ടത് മറ്റുള്ളവരോട്. അല്ലാതെ സ്പർദ്ധയും അസൂയയും ഒക്കെ വെച്ച് പുലർത്തുന്ന കുറെ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എഴുത്തിന്റെ ലോകത്ത് ഇതൊന്നും ശ്രദ്ധിക്കുകയില്ല. കാരണം അതൊന്നും എൻ്റെ കാര്യമേ അല്ല. എനിക്ക് എഴുത്താണ് എൻ്റെ വിഷയം. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കോക്കസിനും ഒന്നിനും നിൽക്കാതെ എഴുതുന്ന ആളായതുകൊണ്ടാണ് ഇത്രയും പുസ്തകമായത്.